ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെ ഓണമൊക്കെ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് പറ്റാവുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട മാൻഡേറ്ററി ആയിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ഞാനൊരു ബിഗിനറാണ്. കുറച്ച് പേർക്കെങ്കിലും ഞാനൊരു ഭയങ്കര പ്രൊഫഷണലാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. എൻ്റെ ഒരു വീഡിയോ സ്റ്റിച്ചിങ് ചാർജസിൻ്റെയും അല്ലെങ്കിൽ ഇതേപോലത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെയല്ല, ഞാൻ വളരെ ബിഗിനറാണ്. ഞാനൊരു +2 ഒരു ടൈം തൊട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് കൊടുക്കുകയല്ല, സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഐ ട്രീറ്റ് മൈസെൽഫ് ആസ് എ ബിഗിനർ. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസം പുതുത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഓരോ മോഡൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വളരെ പ്രൊഫഷണലായിട്ട് സ്റ്റിച്ചിങ്ങിന് എടുക്കണ ഒരാളല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ മാത്രം വീഡിയോ കാണാം കേട്ടോ. പിന്നെ ഏതെങ്കിലും പ്രൊഫഷണൽസ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് കാണണ്ട. കാരണം നിങ്ങൾക്കൊരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെയാണോ ഇത്ര വലിയ കാര്യം അങ്ങനെയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ബിഗിനേഴ്സ് മാത്രം വരിക. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെ സീസൺ ആവുന്ന സമയത്ത് ടൈലേഴ്സിന് കമ്പാരിറ്റീവ്ലി കൂടുതൽ വർക്ക് വരുമല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തിരക്കും പിടിച്ച് ഓർഡർ എടുത്ത് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറ്റുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഇടയ്ക്കാവും നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഞാൻ വലിച്ചു നീളുന്നില്ല, 1 by 1 ആയിട്ട് പോവാം. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ഓർഡർ എടുക്കുമ്പം അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സമയം നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് അസസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് നമ്മുടെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സ്പീഡ് ഉണ്ടാവുമല്ലോ, നമുക്കൊരു വർക്ക് സ്പീഡ് ഉണ്ടാവില്ല. ആ വർക്ക് സ്പീഡിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഫാമിലി ടൈമുണ്ട്, പേഴ്സണൽ കാര്യങ്ങളുണ്ട്, കുട്ടികളുടെ കാര്യങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളോടാണ് മെയിനായിട്ട് പറയുന്നത്. ഷോപ്പൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പല സ്റ്റാഫ് ഉണ്ടായിരിക്കും, ഓരോന്നിനും ഓരോ ആളുകളുണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ജോലിയും നമ്മൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരിക്കില്ല കേട്ടോ. ഒരു ഹോം ബുട്ടിക് സ്റ്റൈലിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. അപ്പോൾ ആ ഒരു ടൈം നമുക്കുണ്ടോ, അല്ലെങ്കിൽ ആ സമയബന്ധിതമായിട്ട് വർക്ക് തീർത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. കസ്റ്റമറെ മുഷിപ്പിക്കാൻ പാടില്ല, സെയിം ദ ടൈം നമ്മളും ബേൺ ഔട്ട് ആവാൻ പാടില്ല. അപ്പോൾ അതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ വർക്ക് എടുക്കാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മളത് എടുക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് വാങ്ങി വയ്ക്കാം. പക്ഷേ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാം, ഇന്ന ഡേറ്റിന് എനിക്ക് തരാൻ പറ്റില്ല ചേച്ചി, ഇന്ന ഡേറ്റിന് എനിക്ക് തരാൻ പറ്റില്ല, ഇതുവരെ വർക്ക് ഫുള്ളാണ്, അത് കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് തന്നാൽ മതി. അതർവൈസ് നിങ്ങൾക്ക് ഈ സമയത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് കൊടുത്തോളൂ എന്ന് പറയാം കേട്ടോ. ആ പറയാനായിട്ട് നിങ്ങൾ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഓവർ ബേർഡൻ ആവും, തലവേദനയാവും, സ്ട്രെസ്സാവും, ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതാണ് ഫസ്റ്റത്തെ കാര്യം. അപ്പോൾ ഓക്കെ, നമ്മളൊരു വർക്ക് എടുക്കുകയാണ്. ഇനി ആ വർക്ക് എടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് അളവ് തരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് ഒരു അളവ് ചുരിദാർ, അളവ് ബോട്ടം അതൊക്കെ തരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അല്ലാതെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കണം എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇൻ കേസ് അവർ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കണം എന്ന് പറയുന്നില്ല, അളവ് വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നേരെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ബോഡി മെഷർമെൻറ്റ്സ് എടുക്കുക. അതാണ് നമുക്ക് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെഷർമെൻറ്റ്സും നോട്ട് ഡൗൺ ചെയ്തെടുക്കുക. നമുക്ക് അളവ് ഡ്രസ്സ് വെച്ച് എടുക്കാൻ പറ്റും, എന്നിരുന്നാൽ പോലും മെഷർമെൻറ്റ് എടുക്കുക. കാരണം നമുക്ക് അളവ് തരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഒരു ഗാർമെൻ്റ് ആയിരിക്കണം എന്നില്ല, വേറെ എവിടെയെങ്കിലും തുന്നിയതായിരിക്കും. അവർ തുന്നുന്ന മെത്തേഡും അവരുടെ കാൽക്കുലേഷനും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് അവരുടേതായ ഒരു സ്റ്റൈലിൽ തുന്നിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതേ പാറ്റേണിൽ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല, നമ്മൾ കറക്റ്റ് ബോഡി മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തുന്നി കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബോഡി മെഷർമെൻറ്റ് നേരെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ മസ്റ്റായിട്ട് അങ്ങ് എടുത്തോളുക. അത്ര തന്നെ രണ്ടാമത്തെ കാര്യം. അത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം, കസ്റ്റമർ നിൽക്കുമ്പോൾ തന്നെ അവർ കൊണ്ടുവന്ന തുണി നമ്മൾ ഫുള്ളായിട്ട് നിവർത്തിയിട്ട് ചെക്ക് ചെയ്യുക. അതിനകത്ത് ലൈനിങ് ഉണ്ടോ, അല്ലെങ്കിൽ തുണിയിൽ ഇപ്പോൾ ബോട്ടം ഫാബ്രിക് വരുന്നത് സാൻഡൂണിൻ്റെ മെറ്റീരിയലിലൊക്കെ ചുരിദാർ മെറ്റീരിയൽ വരുമ്പോൾ ചിലപ്പോൾ ലൈനിങ്ങും
എന്താണ് ബോട്ടവും കൂടി ഒരുമിച്ച് സാൻഡൂണിൻ്റെ മെറ്റീരിയലിൽ കാണാറുണ്ട്. അപ്പോൾ ഈ സാൻഡൂണിലാണ് കൂടുതൽ ഞാൻ അങ്ങനെ പ്രശ്നം കണ്ടിട്ടുള്ളത്. എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് ആണ് കേട്ടോ ഞാനിങ്ങനെ എണ്ണി എണ്ണി പറയണേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് പണി കിട്ടിയിട്ട് തന്നെ നമ്മൾ പഠിക്കണമെന്നില്ലല്ലോ. വേറൊരാൾക്ക് കിട്ടണ കണ്ടിട്ടാണെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ഞാനത് ചെക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ എനിക്ക് പുതിയ തുണി എടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് തുന്നി കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഗതികേട് നമുക്ക് ഒഴിവാക്കാമല്ലോ. അപ്പോൾ തുണി അപ്പം തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വീവ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും തുണിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോയെന്ന്. ഇപ്പോൾ ചിലപ്പോൾ സ്ട്രെയിറ്റ് വീവ് പോകേണ്ടത് ചിലപ്പോൾ ഇങ്ങനെ ക്രോസിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടം തുന്നാൻ വേണ്ടി എടുക്കുമ്പോൾ ആ തുണിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് തുന്നുന്ന സമയത്ത് അത് ശരിയാവില്ല. സ്ട്രെയിറ്റ്, അതായത് നിങ്ങൾക്കിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കേണ്ടത് നമ്മൾ ക്രോസ് കട്ട് ബ്ലൗസ് തുന്നാനായിട്ട് ക്രോസിലല്ലേ ഫാബ്രിക് ഇടുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വ്യൂ ഉണ്ടാവും. നമുക്കിങ്ങനെ ഒരു സ്ട്രെച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ക്രോസിൽ ഇട്ടിട്ടല്ലേ വെട്ടുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടേണ്ട ഒരു സാധനം, ഒരു തുണി, അതിങ്ങനെ ക്രോസിൽ ആ തുണി ഡാമേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ആ തുണി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ തുണിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത്. അത് അവരളവ് തരുന്ന ഡ്രസ്സിലും അവർ പുതിയ മെറ്റീരിയൽ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതിലും എല്ലാം അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അവർ ഇത്ര മീറ്റർ ഉണ്ട് പറയുമ്പോൾ അത് അത്ര ഉണ്ടോ, മീറ്റർ ഇപ്പോൾ അളന്ന് നോക്കിയില്ലെങ്കിൽ നമുക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ, അത് ചെക്ക് ചെയ്യുക. ഡാമേജ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക, ഉണ്ടെങ്കിൽ പറയുക. ലൈനിങ് റിക്വയർമെൻ്റ് ഉണ്ടോയെന്ന് നോക്കുക. അവരത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ സമയമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. നിങ്ങൾക്ക് എടുക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ചോയ്സാണ്, എടുത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ അത് നമ്മുടെ ടൈം വേസ്റ്റാണ് അവിടെ. അപ്പോൾ അതിനനുസരിച്ചുള്ള ചാർജ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിച്ചിങ് ചാർജിൽ ഇൻക്ലൂഡ് ചെയ്യാം. കസ്റ്റമേഴ്സ് വരുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അത്ര ധാരണ ഉണ്ടാവണമെന്നില്ല. അവർ ഓക്കെ സ്റ്റിച്ചിങ് ചാർജ് ഇത്രയാണ്, ബാക്കിയുള്ള നമ്മൾ ലൈനിങ് എടുക്കാൻ പോകുന്ന ചാർജോ ഇതൊന്നും അവർ കണക്കാക്കില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം തന്നെ ബിഫോർ ദേ ആർ ലീവിങ് ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. മസ്റ്റായിട്ട് തുണിക്ക് ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ തുന്നാനെടുത്തതിന് ശേഷം അവരെ വിളിച്ച് ചേച്ചി ഇതിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കണം എന്നില്ല. നമ്മൾ തുന്നുന്നതായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ അടുത്ത് ഒരു മോളുണ്ട് എനിക്ക്, അപ്പോൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പറ്റിയതായിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, എന്നിട്ട് പറയണതായിരിക്കും. അപ്പോൾ അത് മുന്നേ അവർ പോയതിന് ശേഷം നമ്മൾ വിളിച്ച് പറയുന്ന സമയത്ത് അത് നമുക്കൊരു എന്താ പറയുക, നമ്മൾ കുറച്ച് ഹെവി ഹാർട്ടഡ് ആയിട്ടിരിക്കണം. ഓക്കെ ഞാനത് ഇവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അവരിത് എൻ്റെ നിന്ന് പറ്റിയതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അവരുള്ളപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്യുക, തുണി ചെക്ക് ചെയ്യുക, തുണിക്ക് പ്രശ്നമൊന്നുമില്ല ചെക്ക് ചെയ്തിട്ട് വയ്ക്കുക. നെക്സ്റ്റ് തിങ്, ലൈനിങ് പ്രിഫറൻസസ് അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കസ്റ്റമർ പോയതിന് ശേഷം പിന്നീടുള്ള 2-3 ഫോൺ കോൾസ് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അതായത് ഞാനിത് എന്താ പറയാൻ കാര്യം, ഞാനൊരെണ്ണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ മസിൽ മെമ്മറി പോലെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കട്ടെ. ഞാൻ പിന്നെയും പറയാണ്, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. തുടക്കം തുന്നുന്ന ആൾക്കാർക്ക്, തുടക്കം തുന്നി പുറത്തേക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നോർമലി നമ്മൾ കോട്ടൺ ചുരിദാറൊക്കെ തുന്നുന്ന സമയത്ത് സ്ലീവിൽ ലൈനിങ് വെക്കാറില്ല. അത് കസ്റ്റമർ പറയുകയാണെങ്കിൽ നമ്മൾ ലൈനിങ് വെക്കും. ഇപ്പം എൻ്റെ ഈ സ്ലീവിലൊക്കെ ഇതിൽ ലൈനിങ്ങിൽ ഇത് റെഡിമെയ്ഡാണ്. പിന്നെ ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇടയ്ക്ക് ഞാൻ വേറെ കാര്യം പറയണം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, കോട്ടൺ ചുരിദാറിൻ്റെ സ്ലീവിലൊന്നും നമ്മൾ ലൈനിങ് അങ്ങനെ വെക്കാറില്ല. ലൈനിങ് വേണം എന്ന് പറയുന്ന ആളുകൾക്ക് മാത്രം നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കാറുള്ളത്, ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കേസിൽ കേട്ടോ. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ലീവ് ഇടാനായിട്ട് ഡിസ്കംഫേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ജോർജറ്റ്, നെറ്റ് അങ്ങനത്തെ കുറച്ച് റിവീലിംഗ് ആയിട്ടുള്ള ഫാബ്രിക് വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് മസ്റ്റായിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് ഇതിന് ലൈനിങ് വേണോ വേണ്ടേ എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ വെട്ടി തുന്നാൻ എടുക്കുന്ന ആ ടൈമിലേക്കായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കസ്റ്റമറിനെ വിളിക്കണം. ചിലപ്പോൾ വിളിക്കുന്ന നേരത്തെ അവരെ കിട്ടണമെന്നില്ല. അപ്പോൾ അവർ തിരിച്ച് വിളിക്കണവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെയും കുറേ നമ്മുടെ ടൈം പോകും. എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇതെടുത്തിട്ട് എനിക്ക് ചിരി വരും. ഓരോരോ അബദ്ധങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് പറയുമ്പോഴേ ചിരി വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അത് ലൈനിങ് പ്രിഫറൻസസ് കറക്റ്റായിട്ട് ചോദിക്കാം. പിന്നെ അവർക്ക് ഡ്രസ്സിൽ എന്തെങ്കിലും വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട വർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ പറയും.
പിന്നെ അപ്പോൾ അതിന് അഡീഷണൽ ചാർജ് ആവും, ഇത്രയാവും എന്നുള്ളത് പറയാം. പിന്നെ നമ്മുടെ ബേസിക് ചാർജ്, ഇപ്പോൾ ഒരു ചുരിദാർ ടോപ്പും ബോട്ടം കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ബേസിക് ചാർജാണ് 450. 450 അത് ഞാൻ മേടിക്കുന്നതാണ്. 450 സെറ്റായിട്ട് തരികയാണെങ്കിൽ, അതായത് ടോപ്പും ബോട്ടം സെറ്റായിട്ട് തരികയാണെങ്കിൽ 450. അത് ബേസിക് ചാർജാണ്. അതിലിപ്പോൾ ഒരു സിബ് അഡീഷണൽ വേണം, അല്ലെങ്കിൽ സ്ലീവിൽ എന്തെങ്കിലും വേറെ വർക്ക് വേണം, അങ്ങനെ ഡിഫറൻസ് വരുമ്പോൾ അത് അതിനനുസരിച്ച് കൊടുക്കും. പക്ഷെ ആളുകളുടെ തെറ്റിദ്ധാരണ ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് 450 രൂപ അല്ലെങ്കിൽ 500 രൂപയാണ്, അതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് നിങ്ങൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പറയാം. അങ്ങനെയല്ല, ചുരിദാർ തയ്ക്കുന്നതിൻ്റെ ബേസിക് ചാർജാണ് 450. അതിലേക്ക് വേറെ സിബ്, എന്തെങ്കിലും മോഡല്, ഇപ്പോൾ ബോട്ടം തയ്ക്കുന്നതിൽ പോക്കറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് താഴെ സ്കാലപ്പ്, പോട്ട്ലി ബട്ടൺ, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അഡീഷണൽ ആവും എന്നുള്ളത് മുന്നേ കൂട്ടി പറയാതെ അവർക്ക് ഓക്കെ ആണോ എന്നുള്ളത് ചോദിക്കുക. പിന്നെ പുതിയ കസ്റ്റമറാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് ആദ്യം തന്നെ നിങ്ങൾ എവിടെ കൊടുക്കാറുള്ളത്, എന്താണ് ഇപ്പോൾ അവിടെ കൊടുക്കാത്തത്, പിന്നെ അവിടെ എത്രയാണ് സ്റ്റിച്ചിങ് ചാർജ് കൊടുത്തിരുന്നത്, ഈ 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് ചോദിക്കണം. അത് അവർ പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അവർക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തുകൊണ്ടാണ് പ്രശ്നം വന്നിട്ടുള്ളത്, പിന്നെ അവർ കൊടുത്തിരുന്ന റേറ്റ് എത്രയാണെന്നുള്ളത്. പിന്നെ അവർ കൊടുത്തിരുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ വലിയൊരു ഇഷ്യൂ ആക്കേണ്ട. അപ്പം തന്നെ നമ്മൾ പറയാം, ചേച്ചി അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇന്ന ഒരു ഗാർമെൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതാണ് ചാർജ്, ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറവിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊടുത്തോളോ. ഇതാണ് ഒരു ഫെയർ ആയിട്ടുള്ള രീതി. നമ്മൾ നമ്മുടെ ചാർജ് ആദ്യമേ പറഞ്ഞ് അത് അവർക്ക് ഓക്കെ, അപ്പോൾ അവർ നമ്മൾ തമ്മിൽ ഒരു ക്ലാഷ് ഇല്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത്രയാണ് ചാർജ് എന്ന് പറയുമ്പോൾ അവരാദ്യം പറയാം, അവിടെ ഇത്രയാണല്ലോ, അവരിത്രയൊക്കെയാണല്ലോ തന്നത്. ഓ ഓക്കെ, അതവിടെ കിടക്കട്ടെ കേട്ടോ, അത് പിന്നെ ശരിയാക്കാം. അപ്പോൾ എന്താ പറഞ്ഞപ്പോൾ അത് പോയി. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ആദ്യമേ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് തരാം, അല്ലെങ്കിൽ അവർ ഓൾറെഡി കൊടുത്തിരുന്നിടത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്ന ആൾക്കാരാണല്ലോ, നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരാളെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് നമുക്ക് നമ്മുടെ ഗാർമെൻറ്റ്സ് കിട്ടിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നമ്മൾ ആലോചിച്ച് വെച്ച് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിച്ച് അന്ന് ചിലപ്പോൾ നമ്മൾ വാങ്ങാൻ ചെല്ലുന്ന സമയത്തായിരിക്കും അവർ പറയുക, അയ്യോ മോളെ തുന്നി കഴിഞ്ഞിട്ടില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു 4 പ്രാവശ്യം നടക്കണം, ഫോൺ ചെയ്ത് ചോദിക്കാൻ. പിന്നെ നമ്മൾ ചെന്നിരുന്ന് അവിടെ കടയിൽ ചെന്നിരുന്ന് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്നിരുന്നതിന് ശേഷം നമ്മളിരുത്തിയിട്ട് അവർ 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് അത് ഫിനിഷ് ചെയ്ത് തരിക, അത് നമ്മുടെ സമയം വീണ്ടും ഒരുപാട് പോകും. അതെനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷനിലേക്ക് എത്താതിരിക്കുക, അതൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനും ഉണ്ടായിരിക്കും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പിന്നെ എന്താണ്, റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, തുണിയുടെ ഡാമേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ വർക്ക് എടുക്കാവോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ തലേ ദിവസം കൊണ്ടുവന്നിട്ട് കുറേ ഇങ്ങനെ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, നാളെ തരണം എന്നുള്ള, അതായത് എങ്ങനെയെങ്കിലും ഒന്ന് അതിൽ നിങ്ങൾ മനസ്സലിഞ്ഞിട്ട് ആ വർക്ക് എടുത്ത് നിങ്ങളുടെ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് നാളെ കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം അവരുടെ കാര്യത്തിന് അവർക്കില്ലാത്ത ശുഷ്കാന്തി നമ്മൾ എന്തിനാ കാണിക്കുന്നേ? അങ്ങനെ നാളെ തന്നെ വേണം. അതായത് ഇത്രയും ഫാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഡീഷണൽ ചാർജ് വേണമെങ്കിൽ വാങ്ങാം. കാരണം അവിടെ ഒരുപാട് കോംപ്രമൈസസ് ഉണ്ട്. ഞാൻ 2015 ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് ഞാൻ രാവിലെ കൊണ്ട് കൊടുത്തു ഷോപ്പിൽ, വൈകുന്നേരം പോയി വാങ്ങേണ്ട അവസ്ഥ വന്നു. അതായത് ഞാൻ ഒരു കല്യാണത്തിന്, സൺഡേ ആണ് കല്യാണം, സാറ്റർഡേ രാവിലെ ഞാനൊരു ദിവസം മുന്നേ തരണമെന്ന് ടൈലേഴ്സിൻ്റെ അടുത്ത് പറയാറുണ്ട്. സാറ്റർഡേ രാവിലെ ഞാൻ ആ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ചേച്ചി എനിക്ക് ആ ഫാബ്രിക് ഞാൻ കൊടുത്ത തുണി അങ്ങനെ തന്നെ എടുത്തു തന്നു, മുളയിൻ്റെ ഇതിൽ സ്റ്റിച്ച് പിടിക്കുന്നില്ല, അതായത് ഈ തുണി എൻ്റെ മെഷീനിൽ സ്റ്റിച്ച് പിടിക്കുന്നില്ല എന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ. ഒരു സിബ് വെച്ചിട്ടുള്ള സിമ്പിൾ ലൈനിങ് വെച്ചിട്ടുള്ള ഒരു ടോപ്പായിരുന്നു എൻ്റെ ഒരു മാമിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഞാനപ്പോൾ അവിടെ നിന്ന് ആ തുണി വാങ്ങിയിട്ട്, നമുക്ക് ഇവരുടെ അടുത്ത്
ചൂടായിട്ടോ അവിടെ വഴക്കുണ്ടാക്കിയിട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ തുണി വാങ്ങി ടൗണിൽ മൈലാഞ്ചി, ഇപ്പോഴും ആ ഷോപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷോപ്പുണ്ട് തൃശ്ശൂർ മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിച്ചിങ് സെൻറ്ററിൽ. അന്ന് ഒരു ലൈനിങ് വെച്ചിട്ടുള്ള ഒരു ടോപ്പ് തുന്നാനായിട്ട് അന്ന് 14ൽ ഞാൻ കൊടുത്തിരുന്ന റേറ്റ് എന്ന് പറയുന്നത് 250 രൂപ. അന്ന് കേട്ടോ 250 രൂപയാണ് സിബ് വെച്ചിട്ട് തുന്നാനായിട്ട് ഉള്ള റേറ്റ്. ആ 250 രൂപയ്ക്ക് നമ്മൾ ഒരാഴ്ച മുന്നേ കൊടുത്ത സംഗതി തുന്നി കിട്ടാതെ അന്ന് രാവിലെ തുണി മാത്രം ഇങ്ങോട്ട് എടുത്ത് തന്നപ്പോൾ ഞാനത് കൊണ്ട് കൊടുത്തിട്ട് 700 റുപ്പീസ് കൊടുത്തിട്ടാണ് ആ സിമ്പിൾ ലൈനിങ് വെച്ച് സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ടോപ്പ് ഞാനൊരു 10 മണിക്ക് എനിക്കത് കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഉച്ചയ്ക്ക് മുന്നിൽ കിട്ടിയുള്ളൂ. കൊണ്ടുവന്ന് കൊടുത്തു. ഒരു 6 മണിയായപ്പോൾ അവരെന്നോട് വന്നോളാൻ പറഞ്ഞു. ഞാൻ 6 മണിക്ക് പോയി വാങ്ങി 700 രൂപ കൊടുത്തിട്ടാണ് എനിക്കത് സ്റ്റിച്ച് ചെയ്ത് തന്നത്. കാരണം എന്താ, എക്സ്പ്രസ് സ്റ്റിച്ചിങ് ആണ്. നമ്മൾ രാവിലെ ഉച്ചയാകുമ്പോഴത്തേക്ക് കൊടുക്കുന്നു, അവർ വൈകുന്നേരം നമുക്ക് തരുന്നു. ഓക്കെ, അപ്പം ആ രീതിയിലേക്ക് നിങ്ങൾക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എമർജൻസി ആയിട്ടുള്ള വർക്ക് എടുത്തോളാം. അതർവൈസ് നമുക്ക് ക്യാഷിന് ആവശ്യം ഉണ്ടാവും. പക്ഷെ എന്നാലും തലേ ദിവസം കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് തുന്നി കൊടുക്കുന്ന ആ ഒരു രീതി എൻ്റർടൈൻ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇത് ഭയങ്കര ഇപ്പം ഞാൻ പറയുമ്പോൾ ഞാൻ ഈസി ആയിട്ടാണ് പറയുന്നത്, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഒരു പീപ്പിൾ പ്ലീസർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഞാനൊരു അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവർക്ക് വിഷമാവില്ലേ, ഇവർക്ക് ഇങ്ങനെ വിചാരിച്ചിട്ട് ഈ എല്ലാ പണിയും എടുത്ത് തലയിൽ വെക്കുന്ന ആളാണ്. എനിക്ക് അതിൻ്റെതായ പണിയും കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒന്ന് ബുദ്ധിമുട്ടിയൊരു പ്രാവശ്യം പറയുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല കേട്ടോ. അപ്പം അതൊരു കാര്യം ഞാനിങ്ങനെ നോക്കണം. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോയിൻറ്റ്സ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ട്രിക്കി ആയിട്ടുള്ളതല്ല, ഇതൊരു വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവും. മെറ്റീരിയൽ എടുക്കുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും എന്തെങ്കിലും തിരക്ക് പിടിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പണി കിട്ടിയാലോ എന്നുള്ളത്. അപ്പം നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് എവിടെ നിന്നാണ് എടുത്തത്, ഇതിന് മീറ്ററിന് എത്ര രൂപയായിട്ടുണ്ട്, നന്നായിട്ടുണ്ടല്ലോ, ഈ രീതിയിലൊന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങളൊന്ന് അറിഞ്ഞ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അവർ എവിടെ നിന്നാണ് ആ ക്ലോത്ത് എടുത്തിട്ടുള്ളത്, അതിന് എത്രയാണ് റേറ്റ് എന്നുള്ളത്. ഇൻ കേസ് എന്തെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതെടുത്തിട്ട് ആ മെറ്റീരിയൽ എടുത്തിട്ട് കസ്റ്റമറിന് അത് തുന്നി കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇത് അറിയുകയാണെങ്കിൽ ഏത് ഷോപ്പിൽ നിന്നാണ് എത്ര രൂപയാണ് എന്നൊക്കെ നമുക്ക് അറിയുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് കസ്റ്റമറെ അറിയിക്കാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ വരാതിരിക്കട്ടെ, ടച്ച് അങ്ങനെ വരാതിരിക്കട്ടെ. പക്ഷേ വന്നാൽ അതൊന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ അവരുടെ ഒരു ചീത്ത കേൾക്കുന്നതിന് മുന്നേ നമുക്ക് ആ മെറ്റീരിയൽ എടുത്ത് കറക്റ്റാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലതല്ലേ. അത് ഓക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റുപറ്റി മിസ്റ്റേക്സ് വന്ന് അത് ക്ലിയർ ചെയ്ത് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുക. എല്ലാ കാര്യത്തിലും ഒരു എക്സ്പേർട്ട് ആവുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റും. അപ്പോൾ ഇത് ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെന്താണ്, പിന്നെ നമ്മുടെ അടുത്ത് എനിക്കൊരു എപ്പോഴും പറ്റാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് നിന്ന് ഞാൻ അളവ് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ അളവ് എടുക്കാറില്ല. ചിലപ്പോൾ അധിക ഭാഗം എടുക്കും. അളവെടുക്കാൻ താല്പര്യമില്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനത്തെ കസ്റ്റമേഴ്സിൻ്റെ അളവ് വെച്ചിട്ടുണ്ട്. ചിലവർ ഇട്ട് നോക്കാൻ തന്നെ, ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത സാധനം ഒന്ന് ഇട്ട് നോക്കൂ എന്ന് പറയുമ്പോൾ ഇല്ല വേണ്ട വീട്ടിൽ പോയിട്ട് ഇട്ട് നോക്കാം അങ്ങനെ പറയുന്നവരുണ്ട്. അതായത് മടിയായതിൻ്റെ പേരിൽ അളവ് വെച്ചിട്ടുണ്ടല്ലോ അതങ്ങ് വെച്ച് തുന്നിയാൽ പോരെ അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ചില അളവുകൾ നമുക്ക് അളവ് ഡ്രസ്സിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ഒരു വള്ളിയിട്ട് തയ്ക്കുന്ന ഒരു ബോട്ടം ആണ് അവർ നമുക്ക് അളവ് തന്നത്. എന്നിട്ട് കസ്റ്റമർ പറയുകയാണ് നമ്മളത് ഇലാസ്റ്റിക് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ബോട്ടത്തിൽ നിന്ന് നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടില്ല. ഹിപ്പ് റൗണ്ടും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ടായിരിക്കും ഈ വള്ളി ഇടാൻ പാകത്തിന് അവരത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഹിപ്പ് റൗണ്ട് എത്രയാണെന്ന് കിട്ടിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഇലാസ്റ്റിക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുക. അപ്പം അങ്ങനത്തത് മുന്നേ നമ്മൾ എനിക്ക് ഇത് വേണ്ടി വരും എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് അളവെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ അളവ് തന്നിട്ടുണ്ടെങ്കിലും നേരെ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അളവ് എടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്യാം. പിന്നത്തെ കാര്യം, നമ്മളുടെ അടുത്ത് തയ്ക്കാൻ കൊണ്ടുവന്ന സാധനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ത്രെഡ്, സെയിം കളർ ത്രെഡ്, സിബ്, ക്യാൻവാസ്, പിന്നെന്താണ്
ഹുക്ക്, ഇങ്ങനത്തെ സംഗതികളൊക്കെ സഫീഷ്യൻ്റ് ആയിട്ട് ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ ഇപ്പോൾ കൊടുക്കേണ്ട നമ്മളത് തയ്ക്കുന്ന ഓർഡറിലായിരിക്കും ഇവർ കൊണ്ടുവന്ന കവേഴ്സ്. നമ്മളപ്പോൾ നോക്കിയിട്ടുണ്ടാവും, ജസ്റ്റ് റാൻഡമായിട്ട് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തയ്ക്കാൻ, പിന്നെ കസ്റ്റമർ ഈവനിങ് വരും. അപ്പോൾ നമ്മൾ രാവിലെ ആവും അത് ചിലപ്പോൾ അത് തയ്ക്കാൻ വേണ്ടി എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ നേരത്തായിരിക്കും ഓക്കെ ഈ ഷെയ്ഡ് നൂലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ നമ്മൾ ഈ നൂല്, ഈ ഒരു സിംഗിൾ കളർ ത്രെഡ് മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഏറെക്കുറെ ഒരു 80% മാച്ചിങ്ങിലുള്ള ത്രെഡ് ഇട്ട് തയ്ക്കാം എന്നല്ലാതെ ഒരുപാട് ഡിഫറൻസ് ഉള്ള ത്രെഡ് ഇട്ടിട്ട് പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റില്ല. അത് എടുത്ത് നിൽക്കും. അത് സെയിം ഷെയ്ഡ് ത്രെഡ് തന്നെ വേണം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ലോക്കൽ സ്റ്റോറിൽ ഒരുപാട് കളറ് ത്രെഡ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല, ഒരുവിധമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ടൗണിലേക്ക് പോയി സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ പോയി തപ്പിയാലാണ് എക്സാക്ട് കളറൊക്കെ കിട്ടുക. അപ്പോൾ അത് ആദ്യം ചെക്ക് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ ബുദ്ധിമുട്ടാവട്ടോ. നമ്മുടെ അടുത്ത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇല്ലേ എന്നുള്ളത് നമ്മളിപ്പോഴും ചെക്ക് ചെയ്യുക, ഉറപ്പ് വരുത്തുക. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കസ്റ്റമറിനായിട്ട് ഒരു പ്രോപ്പർ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക ഇൻ ദ സെൻസ് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് എന്തെങ്കിലും പവർ സപ്ലൈ ഫെയിലിയർ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മെഷീൻ എന്തെങ്കിലും പ്രശ്നം വരികയാണ്, അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ദ മൊമെൻറ്റ്, ദാറ്റ് ദ വെരി മൊമെൻറ്റ്, ആ ഇതിൽ തന്നെ നിങ്ങൾ അവരെ വിളിച്ച് പറയാം, ഇങ്ങനെ ഇന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. അവർ ഈ വാങ്ങാൻ വരുന്ന, അതായത് സ്റ്റിച്ച് ചെയ്ത് നമ്മളൊരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിൽ കസ്റ്റമർ ഇത് മേടിക്കാൻ വരുന്ന സമയത്ത് അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആ സമയത്ത് എക്സ്ക്യൂസ് പറയുന്നത് ഒരു അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പിന്നത്തത് എന്താ, പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഓക്കെ. പിന്നെ നമ്മളുടെ കസ്റ്റമർ കൊണ്ടുവരുന്ന മെറ്റീരിയൽ കുറച്ച് വർക്കുള്ള മെറ്റീരിയലാണ്, അല്ലെങ്കിൽ കുറച്ച് പിടിച്ചാൽ കിട്ടാത്ത പോലത്തെ മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ബേസിക് ചാർജ് പറയുന്നുണ്ട്, അത് ബേസിക് ചാർജാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇത് സാധാരണ പോലെ തുന്നുന്നതിന് നമ്മളിട്ടുള്ള ബേസിക് ചാർജാണത്. ആ മെറ്റീരിയൽ കണ്ടിട്ട് ഇതിന് ഇന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സ്റ്റിച്ചിങ് ഡിഫിക്കൽട്ടീസ് ഉള്ള മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളതിന് അഡീഷണൽ ചാർജ് മാൻഡറ്ററി ആയിട്ട് പറയണം, ഫസ്റ്റിലേ പറയണം. ഈ മെറ്റീരിയൽ വെച്ച് തുന്നാനായിട്ട് ഇത്ര രൂപയാണ്. അത് എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിതൊക്കെ അവർ നിൽക്കുമ്പോൾ ആദ്യം പറയാനുള്ള അവസരം മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ അടുത്ത് നമ്മളിത് പറഞ്ഞു വീട്ടിൽ പോയി പിന്നെ നമ്മൾ ഇല്ല ഇത് ഇന്നതായതുകൊണ്ട് അതിനുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടില്ല. അതുകൊണ്ട് ആദ്യം പറയണം. പക്ഷേ ചില മെറ്റീരിയൽ നോക്കുമ്പോൾ ഇപ്പോൾ മിറേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുള്ളത് വരുമ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഈ മിറർ മൊത്തത്തിൽ ഇരുന്ന് പറക്കേണ്ടി വരും. ഓക്കെ, ഇത് പറിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചൊട്ടിച്ച് കൊടുക്കേണ്ടി വരും. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അബദ്ധവശാൽ ഈ വർക്കുള്ള മെറ്റീരിയൽ നമ്മളത് പറിച്ചിട്ടില്ല, മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ്റെ സൂചി ഒടിഞ്ഞു പോകും. എൻ്റെ 3 സൂചി വരെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം നമ്മുടെ പവർ മെഷീൻ്റെ സൂചി ഒടിഞ്ഞ് നമ്മൾ തിരിച്ച് സൂചി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അതിൻ്റെ കറക്റ്റ് സ്റ്റിച്ച് വരാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇതാക്കാൻ പറ്റും നമുക്ക്. ആ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ കറക്റ്റ് അതേ പൊസിഷനിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് മാറിപ്പോവും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ കസ്റ്റമറുമായിട്ട് സംസാരിക്കാനായിട്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുന്നേ പറയണം. പിന്നെ നമുക്കൊരു കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും അവരുടെ ഒരു വൈബ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ആകുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടായിരിക്കും, പിന്നെ അവരുടെ ടെൻഷനില്ല. പിന്നെ ചില ആളുകൾക്ക് നമ്മൾ എങ്ങനെ തുന്നി കൊടുത്താലും അവർ അയ്യോ അതിങ്ങനെ ആയിരുന്നില്ല അങ്ങനെ പറയുന്ന ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് തിരക്കാണെന്നോ നമ്മുടെ സ്റ്റിച്ചിങ് ഫുള്ളായിന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമല്ലോ, എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ബെസ്റ്റായിട്ടുള്ളത് കേട്ടോ. കാരണം അപ്പോൾ പിന്നെ 4 പേരുടെ അടുത്ത് ഇതേ പറയണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റിച്ചിങ് കൊള്ളില്ലാന്നോ അങ്ങനെ പറയാനായിട്ടുള്ളൊരു അവസരം അവർക്ക് കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നതിൽ കുറേ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്.
രണ്ടും നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അഗെയിൻ പറയാണ്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്, വളരെ തുടക്കം തുന്നിക്കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് പറ്റിയിട്ടുള്ള കുറേ മിസ്റ്റേക്സ് ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് ആണ്. അത് മനസ്സിൽ വെച്ചിട്ട് മാത്രം വീഡിയോ കാണാം. ഈ വീഡിയോ ഒന്ന് ജഡ്ജ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം ഡിസ്ക്ലോസ് ചെയ്യുക, അളവെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ അത്രയുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.